ഞങ്ങളുടെ കടയിലും ഓണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഇതുപോലുള്ള കട്ടൗട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കടയിലത്തേക്ക് കൂടെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ നമ്മളിത് എവിടെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്ന സമയത്താണ് ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴേക്ക് അത് അവിടെ ഇരിക്കണത് കണ്ടത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. റേറ്റും കുറവാണ് കേട്ടോ. മാവേലിയുടെ ആ കട്ടൗട്ടിന് 12 എത്ര രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കൂടിയത് ആ കഥകളിയുടേതായിരുന്നു, അതിന് 35 രൂപയായി. അത്രയൊക്കെ റേറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു വലിയ മാവേലിയുടെ കട്ടൗട്ട് ഉണ്ടല്ലോ കടയുടെ ഫ്രണ്ടിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചേട്ടനോട് പറയായിരുന്നു, ചേട്ടാ അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ അത് നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ എവിടെ കൊണ്ടുവയ്ക്കും ഒരു ഐഡിയയും ഇല്ല. പിന്നെ വിചാരിച്ച് ഇതായാലും മതിയല്ലോ. നമ്മൾ ഇന്നേ വരെ ഇങ്ങനെ ഈ സീസണലായിട്ടുള്ള എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമല്ലോ, ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും അങ്ങനെ വരുന്ന സംഭവങ്ങൾക്കൊന്നും ഇതുപോലെ എല്ലാ കടക്കാരും ചെയ്യും പോലുള്ള ഇതുപോലെ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വർഷം തൊട്ട് അങ്ങനെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നാണ് നമ്മുടെ ഒരു തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് മാവേലിയൊക്കെ വാങ്ങിച്ചൊട്ടിക്കണത്. അപ്പോൾ ഇത് വാങ്ങിച്ചൊട്ടിച്ച സമയത്ത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ വീഡിയോ. അങ്ങനെ കടയിൽ മാവേലിയൊക്കെ ഒട്ടിച്ച്, പിന്നെ ഒരു കാര്യം അറിയാമല്ലോ, നമ്മളിങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണ സമയത്ത് നമ്മളൊരു 3-4 പേര് കൂടിയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ടോട്ടലി കൺഫ്യൂഷനായിരിക്കും. ഒരാൾ പറയും അങ്ങനെ ചെയ്യും, ഒരാൾ പറയും ഇങ്ങനെ ചെയ്യും. അതുപോലെയായിരുന്നു ഇന്ന് ഇവിടുത്തെ കാര്യവും. മര്യാദയ്ക്ക് ഞാൻ മാത്രം അങ്ങ് ഒട്ടിച്ചിരുന്നെങ്കിൽ കൺഫ്യൂഷൻ കുറയുമായിരുന്നു. അല്ലെങ്കിൽ ചേട്ടൻ മാത്രം ഒട്ടിച്ചിരുന്നെങ്കിലും അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആ ഒപ്റ്റോമെട്രിസ്റ്റ് കൊച്ചിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തെങ്കിൽ അവൾ അത് സൂപ്പറായിട്ട് ഒട്ടിക്കുമായിരുന്നു. ഇത് ഞങ്ങൾ 3 ആളും കൂടെ ചേർന്നപ്പോഴേക്കും അവിടെ അഭിപ്രായം 3 ആയില്ലേ. പിന്നെ അങ്ങനെ വെക്കാമായിരുന്നു, ഇപ്പുറ സൈഡ് വയ്ക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒട്ടിക്കും ഇളക്കും അങ്ങനെയൊക്കെയായി. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പഴയ കടയിൽ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി പുതിയ കടയിൽ മാത്രമേ ഒട്ടിക്കാനുള്ള കഥകളി ഒട്ടിച്ച്. പിന്നെ ഇത് സ്റ്റിക്കറല്ലായിരുന്നു കേട്ടോ, അതൊരു ഏറ്റ പണിയായിരുന്നു. സ്റ്റിക്കറാണെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഞാൻ സ്റ്റിക്കറെന്നും പറഞ്ഞ് കൊണ്ടിട്ട് ഇളക്കാൻ നോക്കണം, അതിങ്ങനെ മൊത്തത്തോടെ ഇളകി വരണുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇത് സ്റ്റിക്കറല്ല, ഇത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കണമെന്ന്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിങ്ങനെ ഒട്ടിച്ച് പഴയ കടയിൽ ഒട്ടിച്ചിട്ട് അപ്പുറത്ത് നോക്കിയപ്പോഴേക്കും അത് കുറച്ച് പൊങ്ങിപ്പോയെന്ന് തോന്നി. പിന്നെ വന്ന് വീണ്ടും താഴ്ത്തിയൊക്കെ ഒട്ടിച്ച്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ചെറിയ പൈസയ്ക്ക് നല്ലൊരു ലുക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് ചന്തയിൽ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷമാണ് വീട്ടിൽ വന്നത്. പിന്നെ ചന്തയിൽ പോകണതൊന്നും ഞാൻ കാണിച്ചില്ല. എന്നും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ. അങ്ങനെ കൊഴിയാള മീനും അയല മീനുമാണ് കിട്ടിയത്. അത് അമ്മ അവിടെ അറുത്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ആ അയല മീൻ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച്. വേറൊന്നുമല്ല, അയല മീൻ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും ചെറിയൊരു പണി കിട്ടി. അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ലായിരുന്നു, കുറച്ച് ഒന്ന് ഉടഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്ത് മൊത്തത്തോടെ അങ്ങ് പൊരിക്കാം, വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കാണൂല. അങ്ങനെ ആൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിൽ 4 മീനായിരുന്നു കിട്ടിയത് 100 രൂപയ്ക്ക്. ആ 4 എണ്ണവും കൂടെ അങ്ങ് പൊരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതുപോലെ മീൻ മുഴുവനോടെ പൊരിക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു, തലയോട് കൂടെ ഇട്ട് പൊരിക്കണത്. പിന്നെ പീസാക്കിയല്ലേ പൊരിക്കാറ്. ഇപ്പോൾ വീണ്ടും മൊത്തത്തോടെ പൊരിക്കാനായിട്ട് തുടങ്ങി. പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയാമോ, അമ്മ അവിടെ മീനൊക്കെ പൊരിക്കും. എന്നിട്ട് അമ്മ പറയും ആണുങ്ങൾക്ക് മീൻ പൊരിച്ചത് കൊടുക്കാം, നമുക്ക് വേണ്ട, നമുക്ക് അല്ലാണ്ട് കഴിക്കാം. ആദ്യം നമ്മളൊന്നും മിണ്ടൂലല്ലോ. ആ ശരി അമ്മയെന്ന് വിചാരിക്കും. അന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്ന വീട്ടിൽ, ഞങ്ങളും പിന്നെ രമ്യ ചേച്ചി, നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു അമ്മയുടെ ഈ വക കാര്യങ്ങൾ. എന്ന് വെച്ചാൽ അവിടെ ആണുങ്ങൾ കൂടുതലായിരുന്നു. ചേട്ടനുണ്ട്, ഇവിടുത്തെ അച്ഛനുണ്ട്, ബിജുണ്ണുണ്ട്. അപ്പോൾ പിന്നെ അവർക്കൊക്കെ മാത്രമായിട്ട് പൊരിച്ചു മീനങ്ങ് അമ്മ ഒതുക്കും. ബാക്കി നമുക്ക് എല്ലാവർക്കും കറി വെച്ച് തരും. അവസാനമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ ഇത് പറ്റൂല, പൊരിച്ച മീനാണുങ്ങൾക്ക് മാത്രം എന്നുള്ള സമ്പ്രദായം തിരുത്തി കുറിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ എന്ന് വെച്ചിട്ട് അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയില്ല. അങ്ങനെ ആ പണ്ടുള്ള ആൾക്കാരുടെ ഒരു രീതി ഉണ്ടല്ലോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെച്ചാൽ അതെല്ലാം ആണുങ്ങൾക്ക്, അല്ലാതെ വെക്കണത് മാത്രം പെണ്ണുങ്ങൾക്ക്. അപ്പോൾ പിന്നെ വീടൊക്കെ വെച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ആദ്യം തിരുത്തി കുറച്ച് നിയമം അതായിരുന്നു, അമ്മ അത് പറ്റൂല, മീൻ പൊരിച്ചാൽ എല്ലാവർക്കും പൊരിക്കണം, ഇല്ലെങ്കിൽ പൊരിക്കണ്ട എന്നുള്ള നിയമം കൊണ്ടുവന്ന്. അങ്ങനെ ഇപ്പോൾ മീനൊക്കെ പൊരിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. അത് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോഴേക്കും അമ്മയ്ക്ക് എല്ലാ കണക്കും കാര്യങ്ങളും എല്ലാം എത്തിക്കണമല്ലോ, കറിയൊക്കെ കോരി. അതുകൊണ്ട് അമ്മയുടെ ആ ഒരു നിയമവശങ്ങളായിരുന്നു അതെല്ലാം. ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ പൊട്ടിച്ചപ്പോഴേക്കും അതിലൊരു പൊങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങാ വെള്ളമാണല്ലോ ഈ പൊങ്ങായിട്ട് മാറുന്നത്. എനിക്കത് അത്ര അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴേ അതിൽ പൊങ്ങുണ്ടെങ്കിൽ അതിൽ വെള്ളം കാണൂല.
അത് പൊങ്ങ് ഭയങ്കര ടേസ്റ്റാണല്ലോ. നമ്മൾ ചിലപ്പോൾ ചന്തയിൽ പോകുമ്പോഴേക്കും അവിടെ ഒരു അമ്മ കൊണ്ടുവരും കേട്ടോ പൊങ്ങ് വിൽക്കാനായിട്ടൊക്കെ. അപ്പോഴും ഞാൻ വിചാരിക്കും ഈശ്വര ഇതൊക്കെ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിക്കുമോ, അല്ലെങ്കിൽ അവർക്കതിങ്ങ് ഇതൊക്കെ അവർ കൊണ്ട് വിൽക്കണം എന്തിനാ, അവർക്കത് കഴിച്ചാൽ പോരെ, ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ രീതികൾ, ഓരോരുത്തരുടെ കാര്യങ്ങൾ. ഈ അയല മീൻ ഇത്ര കട്ടി കൂടിയതായതുകൊണ്ട് കുറച്ച് താമസം എടുക്കുമെന്ന് മൂത്ത് വരാനായിട്ട്. മൂത്ത് വന്നില്ലെങ്കിൽ തിന്നാനും കൊള്ളൂല. നമ്മളതിങ്ങനെ പിച്ചെടുക്കുമ്പോഴേക്കും അകം ഇങ്ങനെ വെളുവിള ഇരുന്നാൽ എന്തോ പോലെ തോന്നുമല്ലോ. അങ്ങനെ അത് കുറച്ച് തീയിലങ്ങിട്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണോണ്ട് ഇപ്പോൾ എനിക്ക് വെള്ളം കൂടി നല്ല കുറവായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുമ്പോഴേ, അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോഴും ഞാൻ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുമെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കുടിക്കും. രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ഗ്ലാസ് ആ ഗുളിക ഇറങ്ങി പോകാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ 1 ഗ്ലാസ് ചായ കുടിക്കും. പിന്നെ വെള്ളം കുടിക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൊണ്ടുവച്ചിട്ട് കുറച്ച് വെള്ളം. അതിന് ശേഷം വൈകുന്നേരം ചായ കുടിച്ചാൽ ആ ചായ, അല്ലാതെ ഒരു വെള്ളവും കുടിക്കാറേ ഇല്ല. ഡെയിലി 1 ലിറ്റർ അല്ലെങ്കിൽ 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ ചുക്ക് വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ കുടിക്കാൻ ഓർമ്മിച്ച് കുടിക്കുകയാണ്. തേങ്ങ പൊട്ടിച്ചെടുത്തപ്പോൾ ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞ് തേങ്ങ പൊട്ടിച്ചെടുത്തപ്പോൾ തേങ്ങ ഒരു 16 പീസായിട്ടാണ് പൊട്ടി വന്നത്. പിന്നെ അതിന് തിരുവ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് അതിനെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് തേങ്ങ ഇങ്ങനെ ഇളക്കി ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കുന്നത്. അമ്മ പറയും പൊലിക്കൂല എന്ന് പറയും. നമ്മൾ തിരുവിട്ടാൽ തേങ്ങ പൊലിച്ച് വരും, അല്ലാണ്ട് ഇങ്ങനെ ചെയ്താൽ പൊലിക്കൂല എന്ന് പറയും. അപ്പോൾ എന്തായിരുന്നാലും എനിക്കിപ്പോൾ അത് ഒരു 10-16 പീസായിട്ട് ഇളക്കി പൊട്ടി വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ മീനൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിനെ സേഫായിട്ട് അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ പൂച്ചയുടെ വായിൽ പോവും. നമുക്ക് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മളിങ്ങനെ കൊതിയോടുകൂടെ വെച്ചിരുന്ന സംഭവങ്ങൾ തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും പൂച്ച തട്ടിയിട്ട് മൊത്തം അതൊന്ന് കഴിച്ചില്ലെങ്കിലും ഒന്ന് അതിലൂടെ തലയിട്ട് മണപ്പിക്കണത് കണ്ടാൽ പോലും നമുക്ക് പിന്നെ അത് എടുക്കാനായിട്ട് തോന്നൂലല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ ലോക്കറിൽ പൂട്ടി വയ്ക്കും പോലെയാണ് മീനൊക്കെ പൊരിച്ചിട്ട് പൂട്ടി വയ്ക്കുന്നത്. ജനലിൽ കൂടെ അങ്ങ് കയറും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജനൽ അടച്ചിട്ടൂടെയും ചോദിച്ചാൽ എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജനൽ അടച്ചിട്ട് ഈ പകൽ സമയത്തൊക്കെ നമ്മൾ ജനലിങ്ങനെ മൊത്തം അടച്ചിട്ടേക്കണത്. ഒന്നുകിൽ നമ്മൾ എവിടെയെങ്കിലും പോകണം എങ്കിൽ അടച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ രാത്രി മാത്രമേ അടയ്ക്കുള്ളൂ. അങ്ങനെ മീനൊക്കെ പൊരിച്ച് സേഫായിട്ടൊക്കെ വെച്ചിട്ട് എന്നിട്ട് നാരങ്ങ ഉണ്ടല്ലോ, ഗണപതി നാരങ്ങ, ഇതുവരെ കോരി വെച്ചില്ല. ആ ചട്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നാണ് അതൊന്ന് കോരി വയ്ക്കണത്. അപ്പോൾ ആദ്യം ഇട്ട സമയത്ത് ചെറിയ കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ദിവസമായി ഈ നാരങ്ങ ഇട്ട് വെച്ചിട്ട്. ഇപ്പം നല്ല ടേസ്റ്റായി കേട്ടോ. പിന്നെ അതിൻ്റെ തോടാണ് കൂടുതൽ. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഫ്ലഷ് ആ നാരങ്ങയുടെ ഭാഗം കുറവാണ്, തോലായിരുന്നു കൂടുതൽ. എന്തായാലും നാരങ്ങ ഇപ്പം നല്ല സെറ്റായി. 2 ദിവസം കൊണ്ട് കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടി സെറ്റായിട്ട് കിട്ടിക്കോളും. അങ്ങനെ ആ ഭരണിയിൽ കൊള്ളണം അത്ര നാരങ്ങ കോരി മാറ്റിയിട്ട് ബാക്കി ആ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാ ചോറ് കഴിക്കുമ്പോഴേക്കും എടുക്കണമല്ലോ. അപ്പോൾ ആ ചട്ടിയിലിരിക്കുന്നത് തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ അച്ചാറുണ്ടായിരുന്നാൽ കാപ്പി കുടിക്കാൻ വേണം, ചോറ് കഴിക്കാൻ വേണം, എന്തിൻ്റെ കൂടെ അച്ചാർ വേണം. അതുപോലെ തന്നെ മുളകുണ്ടല്ലോ, നമ്മുടെ കൊണ്ടാട്ട മുളക്, അത് പൊരിച്ചിട്ടിരുന്നാലും ഞാൻ ഇതുപോലെയാണ് കാപ്പിയുടെ കൂടെ തൊട്ട് അത് കഴിച്ചു തുടങ്ങും. അങ്ങനെ തേങ്ങയൊക്കെ ഇളക്കി എടുത്തിട്ട് അതൊന്ന് അരച്ചുകൊണ്ടിരിക്കുകയാണ് ചമ്മന്തിക്കായിട്ട്. അപ്പോൾ ചമ്മന്തിയും മീൻ പൊരിച്ചതും നാരങ്ങ അച്ചാറും മതിയല്ലോ. ഇനി അതിനപ്പുറം എന്തോന്ന് വേണം അല്ലേ? ഭയങ്കര ടേസ്റ്റായിരിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ആ മിക്സി അങ്ങ് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയാണ്. മിക്സി കണ്ടില്ലേ, മിക്സി ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തിൽ കൂടുതലായും തോന്നണം വാങ്ങിയിട്ട്. അതിൻ്റെ ജാറുകൾക്കൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റൊക്കെ ആയി തുടങ്ങി. എന്നാലും വലിയ പ്രശ്നമില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് മുമ്പേ നമ്മൾ ഇരുന്നത് ബട്ടർഫ്ലൈസിൻ്റെ മറ്റേ റെഡ് കളർ മിക്സി ഉണ്ടായിരുന്നല്ലോ, നല്ല അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇരിക്കുമ്പോൾ. ആ ഒരു വൈറ്റും ആ ഒരു റെഡ് കളറും ഒക്കെ ആയിട്ട്. അത് പക്ഷേ ഒരുപാട് നാളൊന്നും ഇരുന്നില്ല. അതിന് മുമ്പ് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇതിനും ചെറിയ ചെറിയ പണിമുടക്കലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഫിലിപ്സിൻ്റെ മിക്സിയാണ് ഇപ്പോൾ വാങ്ങിയത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനുള്ള സംഭവങ്ങളും കൂടെ ഉണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ മിക്സി മതിയെന്നും പറഞ്ഞ് ഇത് വാങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ മിക്സിയിൽ നമുക്കിപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാലും വെജിറ്റബിൾസ് എന്നല്ല, നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ പറ്റും. പിന്നെ
ബാക്കി സംഭവങ്ങളൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം, തോരത്തിനായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം, പിന്നെ സവോള അരിഞ്ഞെടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ മിക്സികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറിനും അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇനി ഈ മിക്സി മാറ്റുമ്പോൾ അങ്ങനെ അതും കൂടെയൊക്കെ ഉള്ള മിക്സി വാങ്ങണം. അപ്പോൾ ഇന്നിപ്പോൾ വേറെ അധികം കറികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ ജോലി അങ്ങ് തീർന്നു. ചോറ് കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് ഇനി കേശുക്കുട്ടനെ വിളിക്കാനായിട്ട് പോകാറാവും. പിന്നെ ഈ സംഭവങ്ങളുണ്ടല്ലോ, ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി എടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ലാവും അത് ഇരുന്നിട്ട്. നമ്മളൊരു 3 ദിവസം അത് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അതിൽ വെള്ളം നിൽക്കും. അപ്പോൾ ഒരു 3 ദിവസം നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ഇത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ ഇന്നിപ്പോൾ ഒത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അവിടെ വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വെയിലടിച്ചാൽ മതി, അത്രയേ വേണ്ടൂ. പിന്നെ നമ്മൾ അവിടെയൊക്കെ തുടയ്ക്കുന്ന തുണിയുണ്ടല്ലോ, ഇപ്പോൾ എന്തെങ്കിലും ഈ തുണി സഞ്ചി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് നല്ല സൂപ്പറാണ്. അതിൻ്റെ പുറമൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മുടെ എന്തോന്ന് കിച്ചൺ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. നല്ല അഴുക്കുമ്പോൾ നമ്മൾ സാധാരണ തുണികളൊക്കെ എടുക്കണേക്കാളും ഇങ്ങനെ ഏതെങ്കിലും ഒരു പഴയ കവറുണ്ടെങ്കിൽ ഞാൻ അതിനെ കഴുകി എടുത്തിട്ടാണ്, ആ പഴയ കവറെന്നല്ല, പഴയ തുണി സഞ്ചിയില്ലേ അതിനെ ഒന്ന് കഴുകി എടുത്തിട്ടാണ് ഇപ്പോൾ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കണത്. അത് കഴിഞ്ഞിട്ട് ജോലി തീരുമ്പോഴേക്ക് അതിനെ ഒന്ന് ആ വിം ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് കഴുകി വെയിലത്തിട്ടാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. ഇനി ഒരു കുന്നു തുണി ഉണ്ടായിരുന്നു കഴുകി വെച്ചിരുന്നത്. വാഷിംഗ് മെഷീന് 2 ദിവസം കൊണ്ട് എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തുണികൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അതെല്ലാം, പിന്നെ അതുമല്ല മഴയും കൂടെ ആയതുകൊണ്ട് തുണി കഴുകി വയ്ക്കാനും പാടായിരുന്നു. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്ന് വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് ശരിയായ സമയത്താണ് ആ തുണികളെല്ലാം കൂടെ കഴുകിക്കൊണ്ട് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം മഴയായിട്ട് പെയ്യുമെന്ന് പേടിച്ചാണ് ഈ തീ വെയിലത്ത് ഇപ്പം മണ്ടയിൽ കയറിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരേയില്ല. നമ്മൾ നിന്ന് കത്തും പോലെ തോന്നും. തിരിച്ചിറങ്ങിയുണ്ടല്ലോ കുറച്ച് നേരം തപ്പിത്തടഞ്ഞ് വേണം സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ വരാനായിട്ട്. അത്രയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറും, ഭയങ്കര വെയിലാണ്. പക്ഷേ ആ വെയിലത്ത് എന്ത് പറ്റി, ഈ തുണികളെല്ലാം അങ്ങ് ഉണങ്ങി കിട്ടി. വൈകുന്നേരം ആയപ്പോഴേക്കും മഴ ഉണ്ടായിരുന്നു, പക്ഷേ തുണികളെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്രയും സമയം നിൽക്കണ കാര്യം നമ്മൾ കത്തും പോലെ തോന്നും, ഭയങ്കര വെയിലല്ലേ. പിന്നെ തറയൊക്കെ വീണ്ടും വൃത്തികേടായി കിടക്കുകയാണ്, ഈ വെള്ളമൊക്കെ വീണിട്ട്. ഇപ്പോഴെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് കഴുകി ഇറക്കണമെന്ന് വിചാരിച്ചാൽ മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് പറ്റില്ല. ഓണത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഓണത്തിന് ഇനി അധികം ദിവസം ഇല്ലല്ലോ. അത്തം ആയില്ലേ, ഈ പ്രാവശ്യം അത്തം 5-നും 6-നും അത്തമാണ്. അപ്പോൾ 5-ാം തീയതി ആണോ അത്തം ഇടണത്, 6-ാം തീയതി ആണോ അത്തം ഇടണമെന്നൊരു കൺഫ്യൂഷനുണ്ട്. 5-ാം തീയതി ആകുമ്പോഴേക്ക് 11 ദിവസവും, 6-ാം തീയതി ആകുമ്പോഴേക്ക് കറക്റ്റ് 10 ദിവസത്തിൽ അത്തം 10-ന് തന്നെ പൊന്നോണം വന്നോളും. പിന്നെ മഴയൊക്കെ ആണെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ അത്തം ഇടണമെന്നൊക്കെ വെച്ച് അത്തം ഇട്ട സമയത്ത് ഇവിടെ പണി നടക്കുകയായിരുന്നു. ഞാൻ അത്തം ഇട്ടിട്ട് പോകും, പണിക്കാർ വരും, അവർക്ക് കയറാനും ഇറങ്ങാനും ഒന്നും പറ്റില്ല. ഒന്നാമത് നമുക്ക് സ്ഥലമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ വർഷം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ എല്ലാം ചെയ്യണം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ് കണ്ണൊക്കെ ഒന്ന് തുറന്ന് വരാനായിട്ടൊക്കെ പറ്റിയത്. ഇനി നാളത്തേക്കുള്ള കാപ്പിക്കുള്ള സംഭവങ്ങൾ നോക്കണമല്ലോ. അങ്ങനെ അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാളെ കേശുവിന് ഇഡ്ഡലിയും സാമ്പാറും ആക്കിയാൽ, ചെറിയൊരു കുഞ്ഞൻ ഇഡ്ഡലിയാണ് കേശുവിന് കൊടുത്തുകൊണ്ടുള്ളത്. അപ്പോൾ കുഞ്ഞൻ ഇഡ്ഡലി ഉണ്ടാക്കി കേശുവിന് ഉച്ചത്തേക്ക് കൊടുത്തു വിടാം. രാവിലത്തേക്ക് ദോശ, ഞാൻ കോയിൻ ദോശയെന്നും പറഞ്ഞ് അതുപോലെ ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് രണ്ടും ആകുമ്പോഴേക്ക് കേശുവിൻ്റെ കാര്യം ഓക്കെ ആയി. നമുക്കായിരുന്നല്ലോ അപ്പോൾ അത് മതിയല്ലോ, ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ സെറ്റാവും. അതുകൊണ്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിടുകയാണ്. 1 ഗ്ലാസ് ഉഴുന്നിന് 3 ഗ്ലാസ് അരി എന്നുള്ള രീതിയിലാണ് വെള്ളത്തിടുന്നത്. 1 ഗ്ലാസ് ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ കഴുകി നല്ലതുപോലെ ഒരു 3-4 വെള്ളം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അങ്ങ് അടച്ച് വയ്ക്കും. അരിയും അതുപോലെ തന്നെ. ഇപ്പോൾ ആ ഉഴുന്ന് അളന്ന സെയിം ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി അളന്നിടും. അത് നല്ലതുപോലെ കഴുകിയിട്ട് അതും അങ്ങ് അടച്ച് വയ്ക്കും. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പോട്ടെ, 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടാണ് അരി ആട്ടി വയ്ക്കണത്. അങ്ങനെ ഇത് പച്ചരി ഇട്ട് വയ്ക്കുന്ന കാലമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ കുനിഞ്ഞിരുന്ന് പച്ചരി കോരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വെയിറ്റ് വലിച്ചെടുക്കും. ആ കലം ഇങ്ങനെ വെളിയിൽ വലിച്ചെടുത്തിട്ടാണ് അതിൽ നിന്ന് പച്ചരി അളന്നിടണത്. പച്ചരിയൊക്കെ ഏകദേശം ആയി. ഓണത്തിന് മുമ്പ് കുറച്ച് പച്ചരിയും കൂടിയൊക്കെ വാങ്ങിയിടണം. എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ അത്തം മുതൽ ഇടണമെന്നൊക്കെ ഉണ്ട്.
കുറേ പ്ലാനിങ് ഉണ്ട് ഈ വർഷം ഓണത്തിന്. നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോഴേക്ക് പേടിയാണ്, ഈശ്വര എല്ലാ പ്ലാനിങ്ങും നടക്കുമോ എന്നുള്ളതും. അപ്പോൾ എന്തായാലും അരിയും ഉഴുന്നൊക്കെ അങ്ങ് വെള്ളത്തിയിട്ട് ഇനി ചേട്ടന് ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം. ഇനി പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇഡ്ഡലി കല്ല് പോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടണത്. അപ്പം നമ്മൾ ഈ ഓരോ കാര്യത്തിനും അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് തോന്നും പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് അയ്യോ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതിനുള്ളതാ അരി ഉഴുന്നൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കണം. ചോറും ചമ്മന്തിയും മീൻ പൊരിച്ചതും അച്ചാറും. അപ്പോൾ ചേട്ടനും കടയിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് അവിടെ വന്ന് അങ്ങനെ സോഫയിൽ കിടക്കുകയാണ്. ടി വിയും വെച്ചിട്ടുണ്ട്, ഫോണും കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ചോറ് വേണ്ട എന്ന് രാവിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ എനിക്ക് നല്ല വിശപ്പായി. ഞാൻ ഈ വിശപ്പ് കൊണ്ട് നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാലും നടക്കില്ല. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത്, നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കണം. നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെ നന്നായിട്ട് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കേശുവിനെ വിളിക്കാൻ പോകാനായിട്ട് സമയമായി. അപ്പോൾ വന്നതിന് ശേഷം മതി ചേട്ടന് ചപ്പാത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കേശുവിനെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മളെ മക്കൾക്കോ ഭർത്താവിനോ ഒക്കെ എന്തെങ്കിലും അസുഖം വന്നാലും നമ്മൾ സ്നേഹനിധിയായ ഭാര്യയല്ലേ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ കുളിക്കൂല, നനയ്ക്കൂല, നമ്മൾ ആഹാരം കഴിക്കൂല. ദുഃഖം നമ്മളിങ്ങനെ എല്ലാവരും കാണിക്കണമല്ലോ, നമുക്ക് ദുഃഖമാണ് എന്നുള്ള, ഭർത്താവിന് വയ്യ കൊച്ചിന് വയ്യ, നമ്മൾ അങ്ങനെയല്ല ചെയ്യാനുള്ളത്. അവർക്ക് എന്തെങ്കിലും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ നോക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ പോകാൻ പറയണം. ചില ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ നടന്നാൽ അവൾക്ക് ഒരു കൂസലും ഇല്ല. കൊച്ചിന് വയ്യാതിരുന്നിട്ട് അവളെ ഭർത്താവിന് വയ്യാതിരുന്നിട്ടും അവൾ നടക്കണത് കണ്ടാന്ന് പറയും. ഈ പറയുന്ന ആരും നമുക്കൊന്നും കൊണ്ട് തരില്ല. അപ്പോൾ നമ്മളെ സ്നേഹിച്ച് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വെക്കുന്നതാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമ്മളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ചേട്ടനും എപ്പോഴും അതാണ് പറയണത്. എന്തെങ്കിലും അസുഖം വന്നിട്ട് ഞാൻ ഗുളിക കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ചേട്ടൻ പറയും, നീ ഗുളികയും നല്ല ആഹാരമൊക്കെ കഴിച്ച് നീ നല്ലതുപോലെ ഇരിക്കണതാണ് നീ എനിക്കും കൊച്ചിനും തരണേ ഏറ്റവും വലിയ അംഗീകാരമൊന്നും, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളടുത്ത് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് കാണിക്കണതൊക്കെ നീ അങ്ങനെ ഇരുന്നിട്ട് വേണം ചെയ്യാനെന്ന് പറയും. അത് ശരിയല്ലേ? അപ്പോൾ കേശുവിൻ്റെ സ്കൂളൊക്കെ വിട്ട് ഞങ്ങൾ തിരിച്ച് വരണ വഴിക്ക് കേശു സ്കൂളിൽ പോകണതിന് അവൻ നമുക്ക് സ്കൂളിൽ പോയി തരണതിന് നമ്മൾ എന്തെങ്കിലും കൂലി കൊടുക്കണം തിരിച്ചു വരുമ്പോൾ. അപ്പം കാണുന്ന കടയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടേ അവൻ തിരിച്ചു വരുള്ളൂ. ഇന്നിപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം നമ്മൾ ഐസ്ക്രീം ഒന്നും കൊടുക്കാറില്ലായിരുന്നു. പിന്നെ വിചാരിച്ചാൽ പോട്ടെ ഇന്നങ്ങ് വാങ്ങിക്കൊടുക്കാം. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചപ്പോഴേക്കും ചോക്കോബാർ ഇരിക്കണുണ്ട്. ചോക്കോബാർ എനിക്കൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ പിന്നെ 10ൻ്റെ ചെറിയ പാക്കറ്റേ വാങ്ങിയുള്ളൂ. ചിലപ്പോൾ കേശു കഴിച്ച് കളയുമെന്നൊരു പേടിയുണ്ട്. അങ്ങനെ എനിക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെ ഭയങ്കര ഐസ്ക്രീം കൊതിയാണ്. അങ്ങനെ എനിക്കും അമ്മയ്ക്കും ഒക്കെ ഓരോ ചോക്കോബാർ വാങ്ങിച്ച്, കേശുവിന് സാധാ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് ചോക്കോബാർ കണ്ടപ്പോൾ അവൻ വീണ്ടും ചോക്കോബാറിലോട്ട് വന്ന്. അങ്ങനെ പോയിട്ട് സ്കൂളിൽ വിട്ട് വന്ന ഉടനെ കേശുവിൻ്റെ ബുക്കുകൾ നോക്കും, എന്തെങ്കിലുമൊക്കെ വേറെ വല്ല എഴുതി കൊടുത്തിട്ടുണ്ടോ. പിന്നെ കേശുവിന് ഇന്നോട്ട് എക്സാം തുടങ്ങി. എനിക്കറിഞ്ഞൂടെ എന്തോന്ന് എക്സാം എഴുതാനാണ് പോണതെന്ന്. എക്സാമുണ്ട്, പക്ഷേ റെഗുലർ ക്ലാസ്സും ഉണ്ട്. ചിലപ്പോൾ പിള്ളേർക്ക് ഒരു എക്സാം എങ്ങനെയാണ് എന്നുള്ള പഠിപ്പിക്കുന്ന രീതിയും കൂടെ ആയിരിക്കാം ഇപ്പോഴത്തെ എക്സാം. ഓറലും അല്ല, റൈറ്റിങ്ങും അല്ല, അവർക്കിങ്ങനെ മാർക്ക് ചെയ്യാനും സർക്കിൾ ചെയ്യാനും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് എന്തായി നിന്ന്. ഇംഗ്ലീഷായിരുന്നു എക്സാം. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ കേശുവിനെ കൊണ്ടാക്കാൻ പോണേക്കാളും എനിക്കിഷ്ടം വിളിക്കാൻ പോണതാണ് കേട്ടോ. നമ്മൾ ഈ പാരൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു 4-5 പേരൻസ് നല്ല കമ്പനി, നല്ല കൂട്ടായി കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഇപ്പോൾ കേശുവിനെ കൊണ്ടാക്കാനും. കേശു സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേക്ക് കേശുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളെ വിളിക്കാൻ പോണ കുറച്ച് അമ്മമാരുണ്ടല്ലോ, അവരാണ്. അപ്പോൾ നമുക്ക് നല്ല രസമാണ് എല്ലാവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്ത് വരുമ്പോഴേക്കും. അങ്ങനെതാ ഐസ്ക്രീം കുടിക്കുകയാണ്. കേശുവിൻ്റെ പേരിൽ നമുക്കും കൂടെ കിട്ടിയ ഐസ്ക്രീമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കേശുവിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇനി ചേട്ടനുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ചപ്പാത്തി അത്രയും സമയം അവിടെ ഇരുന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നപ്പോഴേക്ക് അമ്മ എൻ്റെ ബാക്കിൽ നിന്ന് വന്ന് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തിയും പരിപ്പ് കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പരിപ്പ് കറി വയ്ക്കാനായിട്ട് തുടങ്ങിയാണ്. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും
അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മിക്സിയുടെ കാര്യം, ഇതിൽ വെച്ച് പെട്ടെന്ന് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ കൈകൊണ്ട് കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ മാത്രമേ ആ മാവിന് പദം വരുള്ളൂ. പക്ഷെ നമ്മൾ ഇതിലടിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ചപ്പാത്തിയും പരിപ്പ് കറിയുമാണ് ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് അവിടെ ഇട്ട് ചപ്പാത്തി പരത്തുന്നത്. എനിക്കിങ്ങനെ അവിടെ ഇട്ട് ചപ്പാത്തി പരത്തിയാൽ മാത്രമേ ഒരു സുഖം കിട്ടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയുണ്ട്, എനിക്ക് അതിൽ ചപ്പാത്തി പരത്തുമ്പോഴേ അതിങ്ങനെ പൊങ്ങിയതാരും ചെയ്യും പോലെയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ ഈ പ്രസ്സിങ്ങും ഉണ്ടായിരുന്നു. പ്രസ്സിങ്ങും എനിക്കിഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ പരത്തി എടുക്കുന്നതാണ് ഇഷ്ടം. അതിന് കുറച്ച് സ്പേസ് വേണം, കുറച്ച് സ്ഥലം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് ചപ്പാത്തി പരത്തുന്നത്. അങ്ങനെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് കേശുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്താം, എന്നിട്ട് പോയി ചപ്പാത്തി പരത്താമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മോനെ റെഡിയാക്കി, വന്നിട്ട് മേലുപോലും മോന് കഴുകി കൊടുത്തില്ല. അപ്പോൾ പിന്നെ കുളിപ്പിച്ചൊക്കെ അവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ കുളിപ്പിച്ച് കഴിയുമെങ്കിൽ ചിലപ്പോൾ കിടന്നങ്ങ് ഉറങ്ങും. ചില സമയത്ത് 7 മണിക്ക് ശേഷം ഉറങ്ങുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് ഉറങ്ങിയാൽ ഒരു 6 മണി വരെ കിടന്നുറങ്ങും. അതിനുശേഷം ട്യൂഷനുണ്ട്. അപ്പോൾ അവൻ പഠിപ്പിക്കാൻ വരുമ്പോഴേക്ക് ആളെണീച്ച് വന്നോളും. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചിണുക്കത്തിലൊക്കെ ഇരിക്കുകയാണ്, ഉറങ്ങണ്ട എന്നൊക്കെ ഉള്ളത്. രാവിലെ ചില ദിവസങ്ങളിൽ കുളിപ്പിക്കുകയുള്ളൂ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. ആദ്യമൊക്കെ കുളിപ്പിച്ച് വിടുകയുള്ളായിരുന്നു. ഇപ്പം മിക്ക ദിവസങ്ങളിലും ചുമയും ജലദോഷമൊക്കെ തന്നെ. അപ്പോൾ പിന്നെ രാവിലെ കുളിപ്പിച്ചിട്ട് വിടാനും ഒരു മടിയാണ്. അപ്പോഴേക്കിതാ ഇനി ചപ്പാത്തി പരത്തിയെടുക്കാം. പിന്നെ ഡോക്ടർ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഇപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല പദം വരും, ഇൻസ്റ്റൻ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാമെങ്കിലും ചപ്പാത്തിക്ക് മാവ് പരത്തി കഴിഞ്ഞാൽ 1/2 മണിക്കൂറെങ്കിലും അതിന് വെച്ചതിന് ശേഷം ചപ്പാത്തി ചുടണതാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത്. ഹെൽത്ത് വൈസ് നല്ലതെന്നാണ് പറയാറ്. നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ എല്ലാം അറിയാമെങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. കുറച്ച് നെയ്യൊക്കെ തടവിയാണ് ചുട്ടെടുക്കണത്. ഞാൻ കേശുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയപ്പോഴേക്കും അമ്മ ഇവിടെ പരിപ്പ് കറിയൊക്കെ വെച്ച് റെഡിയായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി അവിടെ നിന്ന് പരത്തി പെട്ടെന്ന് കൊണ്ട് അതിലിങ്ങിട്ട് ചുട്ടെടുക്കും. മുമ്പൊക്കെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി പരത്തുമ്പോഴേക്കും അമ്മ ചുട്ടെടുക്കാനായിട്ട് നിൽക്കും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും അമ്മേനെ കൂട്ട് വിളിക്കണേക്കാളും. അപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് ചപ്പാത്തി പരത്തി ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കബോർഡും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ, എല്ലാം ഒരു കൂതറ അടിച്ച് കിടപ്പുണ്ട്. ഇനി അതിൽ തൊട്ടാൽ ഇപ്പോൾ ഒത്തിരി ചിലവ് കൂടുതലാണ്, അതുകൊണ്ടാണ് തൊടാതിരിക്കണത്. ഇനി താമസിയാതെ അടുക്കളയ്ക്കൊന്ന് നീറ്റാക്കി എടുക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളെ ബഡ്ജറ്റ് കമ്മിയായതുകൊണ്ട് അതിലൊന്നും തൊടാൻ പോണില്ല. അങ്ങനെ ചേട്ടനുള്ള ചപ്പാത്തിയൊക്കെ കൊടുത്ത് ഇനി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നല്ലോ ചപ്പാത്തി ഉണ്ടാക്കിയത്. പിന്നെ കേശുവിൻ്റെ സ്കൂളിലെ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, ഈവനിങ് സ്നാക്സ് ബോക്സ്, അയ്യോ അവൻ കൊണ്ടുപോയ കുപ്പി, ആ വക സംഭവങ്ങളെല്ലാം ഇനി കഴുകി മാറ്റി വയ്ക്കണം. അപ്പോൾ കേശുവിൻ്റെ പാത്രങ്ങളൊക്കെ എല്ലാം ഞാൻ കഴുകിയിട്ട് അതെല്ലാം സെപ്പറേറ്റ് അങ്ങ് മാറ്റി വയ്ക്കും. ഈ നമ്മൾ ബാക്കി കഴുകി വയ്ക്കുന്ന പാത്രങ്ങളുടെ കൂടെ ഇപ്പോൾ ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ തുണ്ട് പാത്രങ്ങളൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇത് നമുക്ക് എടുക്കാനും എളുപ്പം എങ്ങനെയാണ്, അതെല്ലാം കൂടെ കഴുകിയിട്ട് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിയിടും. എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ, എനിക്ക് കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞ് വരണുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ജലദോഷവും കാര്യങ്ങളൊന്നുമില്ല, ഇനി ഒച്ചയടപ്പാട്ടം വരാനുള്ള സിംറ്റംസ് ആണോ എന്നറിയാൻ വയ്യ. അല്ലേ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് വരണതാണെന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് സൗണ്ട് അടയ്ക്കണുണ്ട്. അയ്യോ, വേണമെങ്കിൽ ഇനിയിപ്പോൾ ഓണാകുമ്പോഴും എനിക്കുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ, എന്തെങ്കിലും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അപ്പോഴെന്തെങ്കിലും അസുഖങ്ങൾ വരും. നമ്മളെ കുടുംബത്തിൽ ആരെ കല്യാണം വന്നാലും എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് അപ്പോഴും അസുഖമായിരിക്കും. അസുഖം വന്നിട്ട് ഞാനിങ്ങനെ വയ്യാണ്ട് ഒട്ടും വയ്യാതെ മുഖമൊക്കെ ഒരുമാതിരി ചുക്കിച്ചുളിഞ്ഞ് ഒരു കോലം കെട്ടിരിക്കുക. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഓണോ എന്തെങ്കിലും വിഷോ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമെങ്കിൽ ജലദോഷം, പനിയൊന്നുമല്ല, ജലദോഷം വന്ന് നമുക്ക് പനി വന്നാൽ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നും. ജലദോഷം വന്നാൽ എണീക്കാൻ പോലും വയ്യാതെ വലിച്ച് അയ്യോ വയ്യേ എന്നുള്ള രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യണത്.
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഓണത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വരും. അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ചേട്ടൻ്റെ കുടുംബത്തിൽ മിക്കവാറും ചേട്ടൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും കല്യാണം വരണ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരണതും. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കും, നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യും, ഞാനും രമ്യ ചേച്ചിയും കൂടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ചെയ്യാം. ആ സമയമാകുമ്പോഴും ഞാൻ തലപൊക്കാൻ വയ്യാതെ കിടപ്പായിരിക്കും, അവരെല്ലാവരും പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കാറ്. അങ്ങനെതാ പാത്രമൊക്കെ എല്ലാം അവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അടുക്കളയെ ഒന്ന് ഒതുക്കി പറക്കിയെടുക്കുകയാണ്. അടുക്കളയിൽ കണ്ടില്ല, ഞാനിപ്പോൾ മണി പ്ലാന്റിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ടും, ഒരു പ്രത്യേക ഐശ്വര്യമാണ് മണി പ്ലാന്റ് ഇങ്ങനെ കൊണ്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത്രയും ദിവസം അത് വലിയ കേടുപാടുകളൊന്നും കൂടാതെ നല്ലതുപോലെ ഇരിക്കുകയാണ്. ഇനി കേശുവിൻ്റെ കുറച്ച് തുണി, നല്ല മോൻ്റെ യൂണിഫോം കഴുകാനുണ്ട്, അല്ലാതെ കുറച്ച് തുണി കഴുകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ തുണി കഴുകിക്കൊണ്ട് മേളിലിട്ടാത്ത ഏകദേശം ഉണങ്ങി കിട്ടി. 2 ദിവസം തുണി കഴുകാതിരുന്നാൽ ഇതുപോലെ ഒരു ലോഡ് തുണിയാവും വീട്ടിൽ. അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് മെഷീനിലിടാൻ പറ്റാത്ത തുണികളാണ്. ചേട്ടൻ്റെ ടീഷർട്ടുകൾ, കേശുവിൻ്റെ യൂണിഫോം, അതൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ ചേട്ടൻ ചപ്പാത്തി പരിപ്പ് കറിയൊക്കെ കഴിച്ചിട്ട് ആൾ പോയി. അപ്പോൾ ഇതുപോലെ തുണി കഴിവാൻ ഇറങ്ങിയാലോ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എനിക്ക് പിന്നെ കൂട്ടുണ്ട്, എനിക്ക് ഭയങ്കര സഹായത്തിനൊരാളുണ്ട്. അപ്പോൾ കൂടെ വന്ന് അപ്പോൾ ഭയങ്കര ഷോപ്പിങ്ങുമാണ്. അമ്മേ ഞാനിവിടുത്തെ ജോലിക്കാരനാണ്, ഞാൻ അമ്മയുടെ ജോലിക്കാരനാണ്, ഞാൻ ഇതിങ്ങനെ കഴുകിത്തരാം അമ്മേ, ഞാൻ ഇങ്ങനെ വാഷ് ചെയ്യട്ടെ അമ്മേ. അപ്പം ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ മോനെ അതിൻ്റെ ഇംഗ്ലീഷ് എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് എന്നെ എത്രത്തോളം സോപ്പിട്ട് പതപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവിടെ നിന്ന് സോപ്പിട്ട് പതപ്പിക്കും. കാരണം ഞാൻ ഓട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞോട് മോനെ, നീ കുളിച്ചിട്ട് നിൽക്കുകയാണ്, നിൻ്റെ ഡ്രസ്സ് അഴുക്കാക്കരുത്, ഡ്രസ്സിൽ വെള്ളം ആക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ നീങ്ങി നിൽക്കണുണ്ട് അമ്മേ. ഞാൻ നല്ല മോനായിട്ട് മര്യാദക്കാരനായിട്ട് അന്നേരം വായെന്ന് പറഞ്ഞത് കേട്ടാൽ നമുക്ക് ചിരിയും വരും. ഞാൻ ചിരിക്കൂല, എൻ്റെ ഭാഗത്ത് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ചിരി കണ്ടാൽ പിന്നെ അതിൽ പിടിച്ചാൽ അങ്ങ് കയറിക്കോളും. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യഭാവത്തിൽ തന്നെ നിൽക്കും. പോടാ നീ അകത്ത് കയറിപ്പോ എന്ന് പറയുമ്പോൾ പറയും, അമ്മ എന്തിനാ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നത്, ഇങ്ങനെ നെറ്റി ഇങ്ങനെ ചുളിച്ച് വെച്ചിരിക്കുന്നത്, അമ്മ നേരെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതേപോലെ നിൽക്കും. പക്ഷേ ഇപ്പോഴും ഓട്ടിച്ചാലും കുറച്ച് സമയം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പോകണ്ടല്ലോ, അയ്യോ അങ്ങ് പാവം തോന്നുന്നു, കൊച്ചങ്ങ് ഉണർന്നാൽ മതിയെന്ന് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്തും ഇതൊക്കെയാണ് മിസ് ചെയ്യണത്. അങ്ങനെ തുണിയൊക്കെ കഴുകി അതുമൊക്കെ കൊണ്ട് വിരിച്ച് അവിടെ എന്തോ കുരുത്തക്കേട് കാണിക്കുകയാണ് കേശുക്കുട്ട. അപ്പോൾ സുന്ദര ചേച്ചി കടയിൽ എന്തോ പോയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മേളിലെ തുണിയൊക്കെ ഏകദേശം ഉണങ്ങി കിടക്കായിരുന്നല്ലേ, അപ്പോഴും പെട്ടെന്നൊരു മഴച്ചാറ്റല് പോലെ അങ്ങനെ ഞാൻ ഓടി കയറി ആ തുണി അങ്ങ് പറക്കുകയാണ്. കഷ്ടപ്പെട്ട് ആ ഏരി വെയിലത്ത്, നമ്മളിവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ എരിയണാം വെയിലത്ത് കയറി ഇട്ട തുണികളാണ് അത്. അത്രയും ഒരു മഴച്ചാറ്റിലങ്ങ് വീണാൽ പോരെ, തീർന്നില്ലേ, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവൂലേ. അങ്ങനെ കേശുവിന് ഇപ്പോൾ ട്യൂഷന് വന്ന് കേശുവിനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടാണ് ഞാൻ മേളിൽ കയറിയതില്ലെങ്കിൽ ഇപ്പോൾ കാണുമായിരുന്നു വാല് പോലെ എൻ്റെ കൂട്ടത്തിൽ. മുമ്പൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ക്രിസ്മസിന് ഞാൻ കേശു ജനിക്കുന്നുമ്പായിരുന്നാലും എല്ലാ ആഘോഷങ്ങളും എനിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നിസ്സാരപ്പെട്ട വിശേഷ ദിവസമായാൽ പോലും ഞാനത് ആഘോഷിക്കും. കാരണം നമുക്ക് ആഘോഷങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിൽ. ഇനി എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിസ്സാര കാര്യങ്ങൾ പോലും ആഘോഷിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഭയങ്കര ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു മൂഡിലോട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ മുമ്പ് ഇതുപോലെ ക്രിസ്മസിന് പുൽക്കൂടൊരുക്കുകയും ഓണത്തിനൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചേട്ടൻ അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഞാനെല്ലാം ചെയ്ത് വിഷുവിനൊക്കെ കണിയൊക്കെ ഒരുക്കണതൊക്കെ ആയിരുന്നാലും എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കുമ്പോഴേക്കും ആൾ വന്ന് നോക്കും. എന്നിട്ട് ഇത് കൊള്ളാൻ കേട്ടോ, നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയും എന്നല്ലാണ്ട് അത് ചെയ്യാനായിട്ട് കൂടുമല്ലോ. അപ്പോഴെനിക്ക് ഭയങ്കര വിഷമം വരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വരാ ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂടെ നിൽക്കുമായിരുന്നല്ല, ഇതുപോലെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക്. ഇപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, അവിടെ പോയി ഇരിയടാ എന്ന് പറയാനേ എനിക്ക് നേരമുള്ളൂ. അപ്പോൾ ഇനി തൂത്തുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു, ഞാൻ എപ്പോഴും മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളിതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളെ കൂടെ കാണുമല്ലോ, അപ്പോൾ അവർക്കിത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. അവർ വളർന്നു കഴിയുമ്പോൾ പിന്നെ കേശു പഠിക്കാതിരിക്കണമുണ്ട്, ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്, പഠിക്കാൻ വയ്യായി. അത് എല്ലാ ദിവസവും ഉള്ളത് തന്നെ, ചില ദിവസം മാത്രമേ മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ.
അമ്മ വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിക്കാനുള്ള സമയവും ആയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നമ്മളെ മക്കൾ കാണുമല്ലോ. അപ്പോൾ നാളെ അവരൊരു ലെവലൊക്കെ ആകുമ്പോഴേക്കും അവരും ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കും. ഇല്ലെങ്കിൽ അവർ പറയുമെങ്കിലും ചെയ്യും, എൻ്റെ അമ്മ പണ്ട് ഇതെല്ലാം ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ആഘോഷിക്കണതും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും അവർ വലുതായി കഴിയുമ്പോഴേക്ക്. ഒരു കണക്കിന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ അമ്മയും അച്ഛനും അവരൊക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. അവരും ഇതുപോലെ എത്ര പൈസ ഇല്ലാന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുമായിരുന്നു. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം അതൊക്കെ തന്നെയാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് പണ്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേക്കും. അപ്പം നമുക്കും തോന്നുമല്ലോ അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടൊക്കെയാണ് ഞാനും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്നും ചെയ്യാതെ പിള്ളേരെ ഇങ്ങനെ പഠിത്തം കാര്യങ്ങൾ ഭയങ്കര മോഡേൺ ലൈഫിലൊക്കെ ജീവിക്കുമ്പോഴേക്കും അവർക്ക് നല്ല നല്ല ഓർമ്മകൾ, അച്ഛൻ അമ്മ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് നല്ല നല്ല മെമ്മറീസ് ഒന്നും ഇല്ലാതെ പോവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് ആഘോഷിക്കണം. അപ്പോൾ വൈകുന്നേരം രാത്രി ആയപ്പോഴേക്കും അവന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുകയാണ്. പോപ്കോൺ ഉണ്ടാക്കി താ അമ്മയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോപ്കോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഇടിയും പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്ക് അതിങ്ങനെ നിറഞ്ഞ് പൊങ്ങി വരണതുണ്ടല്ലോ, അത് കാണാൻ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെങ്ങനെ അവൻ പറഞ്ഞ ഈ കുട്ടപ്പന്മാരെങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്നെന്ന് ചോദിക്കും. അപ്പോൾ കുറച്ച് സംഭവം ഇട്ടത് ഒരു പാത്രം നിറയെ പോപ്കോൺ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 ഫ്ലേവറാണ്. ഒന്ന് സോൾട്ടിയോ ആയിരുന്നു, ഒന്ന് ബട്ടറിൻ്റെ എന്തോ ആയിരുന്നു തോന്നുന്നു. ആ 2 ഫ്ലേവറും കൂടെയാണ് ഞാൻ ഒരുമിച്ചിട്ട് ഇതിനെ റെഡിയാക്കി എടുത്തത്. ഇതിൻ്റെ ആ ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഹൈപ്പറിൽ പോകുമ്പോഴേക്കും ഞാൻ എപ്പോൾ കണ്ടാലും ഇത് വാങ്ങും, കാരണം മോൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ കഴിക്കാൻ തുടങ്ങിയാൽ നമുക്കാർക്കും തരൂല, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇത് കഴിക്കണത്. പണ്ട് ഉത്സവപ്പറമ്പിൽ നാടകം ഗാനമേളയൊക്കെ കാണാൻ പോയിരിക്കുമ്പോഴാണ് അന്ന് നമ്മൾ ചോളം പൊരി, പോപ്കോൺ എന്നൊന്നും അല്ല, ചോളം പൊരിയാണ്. 10 രൂപയ്ക്കൊക്കെ ചോളം പൊരി, 10 രൂപയല്ലെന്നോ അന്നൊക്കെ 5 രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും. ഒരു കുമ്പിള് നിറച്ച് ചോളം പൊരി വാങ്ങിച്ച് കഴിച്ചും കൊണ്ടാണ് നമ്മൾ ഉത്സവം കാണാതിരിക്കണം. അതാണ് നമ്മുടെ ഓർമ്മ ഈ ഒരു സംഭവം വാങ്ങുമ്പോഴേക്കും. ഇപ്പം ചോളം പൊരി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, പോപ്കോൺ എന്ന് പറഞ്ഞാലേ അറിയാവും. അങ്ങനെ കേശു അവിടെ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മേനെ പിന്നെ ഒരു 6:30-7 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കൊണ്ട് ഒരു ശല്യവുമില്ല. അമ്മ അവിടെ ടി വിയുടെ മുമ്പിലിരുന്ന് 9:30 മണി വരെ സീരിയൽ ഫുള്ളങ്ങ് കണ്ടോളും. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ വന്നായിരുന്നു. ചേട്ടനുള്ള ആഹാരമൊക്കെ കൊടുത്ത് ഇനി എനിക്ക് അരി ആട്ടി വെക്കാനുണ്ടെന്ന്. നേരത്തെ ഇഡ്ഡലിക്കുള്ള എന്തോന്ന് അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ആട്ടിയൊക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ജോലികളൊക്കെ തീർന്നിട്ട് നട അടയ്ക്കാനുള്ള സമയമാവും. അപ്പോൾ ആ ഉഴുന്ന് അരച്ചെടുക്കുകയാണ്. ആ ഉഴുന്ന് വെള്ളത്തിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം കളയാതെ ആ വെള്ളം ഒഴിച്ചിട്ടാണ് ബാക്കി ഉഴുന്നും അരിയും എല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പുളിച്ച് വരും. അതിനുശേഷം നമ്മളിതിങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് നല്ലതുപോലെ ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കൈ കൊണ്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ കയ്യിലുള്ള നല്ല ബാക്ടീരിയകളും കൂടെ അതിലോട്ട് വന്നിട്ട് അതിങ്ങനെ പുളിച്ച് വരാനായിട്ട് നല്ല പൊന്തി വരാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ അതും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജോലികളെല്ലാം തീർന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.